महबूब के दरमियान मेरा तेरा नहीं ഹബീബിന്റെയും മഹബൂബിന്റെയും ഇടയിൽ ഞാൻ നീ എന്ന് പറയുന്ന വാക്ക് പോലും പറയേണ്ടതില്ല. ഹബീബിന്റെയും മഹബൂബിന്റെയും ഇടയിൽ ഞാൻ നീ എന്ന് പറയുന്ന വാക്ക് പോലും പറയേണ്ടതില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നീ എന്നവിടെ ഇല്ല, ആർക്കിടയിൽ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണിത് പറഞ്ഞിരുന്നെങ്കിൽ എത്ര ക്ലിപ്പ് കൂടെ ഒന്നുണ്ടാവും. ഈ ഞാനില്ല. അപ്പൊ ഒന്നായി കുരുവട്ടൂർ കുഫിരിയത്തിലേക്ക്. എന്താണോ എ പി ഉസ്താദിനെ കുറിച്ച് പറയാത്തകൾ? എ പി ഉസ്താദ് മൂപ്പർ സ്വന്തം വായിച്ചതല്ല, അയലാദളത്തിന്റെ 10 വേണം. കാരണം എന്താ ഇല്ല അവിടെ എങ്ങനെ ഉണ്ടാകുക? നബിയെ നിങ്ങൾക്ക് ഇഷ്ടം കഅബയാണോ? അത് തന്നെയാണ് ഖിബില. അതല്ലേ അവിടുത്തെ സ്ഥലം. നിങ്ങളെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമാണ് നിങ്ങളെ ഇഷ്ടം. അല്ലാതെ അള്ളാഹു റസൂൽ ഒന്നായി എന്നല്ല. അതൊക്കെ ആർക്കും അറിയാത്തത്. ഈ പൊട്ടന്മാരൊക്കെ അർത്ഥം വെക്കും. നമ്മളാണ് പറഞ്ഞെങ്കിൽ ഇവരെന്താ മിണ്ടാത്തത്? ഇത് പറഞ്ഞിട്ടാണെങ്കിൽ ആ പരിപാടി തന്നെ പ്രൈവറ്റ് ആക്കിയത്. അതുകൊണ്ട് കാര്യമുണ്ടോ? എന്റെ ചോദ്യം എന്താ? അള്ളാഹ് റസൂല് എന്നതിന്റെ ഇടയിൽ ഞാന് നീ എന്ന് പറയണ്ട, അതൊന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ദീനാണോ അല്ലേ? മറുപടി വീഡിയോ ഇപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ആക്കിയിരിക്കുന്നു. ഒരു കാര്യമില്ല. അത് പറയാൻ ഭയമില്ലാത്ത ടീം ഞങ്ങൾ. ഹബീബിന്റെയും മെഹബൂബിന്റെ ഇടയിൽ ഞാനില്ല. എന്താണോ ഹബീബിന്റെ ഇഷ്ടം അത് അള്ളാന്റെ ഇഷ്ടം, എന്താണോ മെഹബൂബായ അള്ളാന്റെ ഇഷ്ടം അതാണ് ആരുടെ ഇഷ്ടം? മുത്തു റസൂല്. അതാ ഏറ്റവും മദ്ഹിൽ ഏറ്റവും പവർഫുൾ. അതാണ് പല മധു ഇങ്ങനെ പറഞ്ഞ് അടിവരയിട്ടിടാലോ. അറിയണേ അല്ല വാന ഹബീബുല്ലാഹ്. അത് പൂർണ്ണമാണ്. അവിടെ സഹാബികൾ ഇങ്ങനെ മധു പറഞ്ഞില്ലേ മദീനത്തെ പള്ളിയിലിരുന്ന്. അതിന്റെ നബി ആരാന്നറിയോ? ഒരാൾ പറയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു 4 ആൾ വട്ടത്തിലിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാം. നമ്മളിപ്പോ റൂമിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ശൈഖുന റൂമിൽ ഇങ്ങനെ കേട്ട് പിന്നെ വരുന്നൊരു രംഗമുണ്ടല്ലോ. അതേപോലെ സഹാബികൾ മദീനത്തെ പള്ളിയിലിരുന്ന് ഇങ്ങനെ ചർച്ച. അപ്പൊ റൂമിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ല ചർച്ചയായി പോകുന്നതാണ് നിന്ന് എന്താ പറയും നോക്കി. ഒരാൾ പറയാം ആദ്യം നബി അലൈഹി സ്വലാം ആരാന്നറിയോ? പ്രത്യേകം എന്താ തെരഞ്ഞെടുത്ത ആളാ ഇസ്തഫാഹു. ആരാ ഇബ്രാഹിം നബി എന്നറിയോ? ഖലീലുല്ലാഹ്. ആരാ മൂസാ നബി എന്നറിയോ? കലീമുല്ലാഹ്. ഈസാ നബി ആരാന്നറിയോ? റൂഹുല്ലാഹ്. ഇതിങ്ങനെ പറയുമ്പോ നേരെ കടന്നിങ്ങോട്ട് വന്ന് മുത്തു റസൂൽ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് ഒക്കെ ശരിയാണ്. ഇന്നല്ലാഹ അസ്തഫാ ആദം, മൂസാ നബി കലീം റെഡി, ഈസാ നബി റൂഹ് ശരി, പിന്നെ ഇബ്രാഹിം നബി ഖലീൽ ഒക്കെ റെഡി. പക്ഷേ അവിടെയാണ് പറഞ്ഞത് ഖലീലിന്റെയും റൂഹിന്റെയും കലീമിന്റെയും കോടാനക്കോടി അപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബന്ധം പറയാനില്ലാത്ത ഏറ്റവും സ്ഫുടമായ കലാം അലാ വഅന ഹബീബുല്ലാഹ്. ഇതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ് കേട്ടോ. നേരെ കാലിലാണ് വീണതാ. എല്ലാവരും ഹബീബാണ് നല്ല നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ്.